പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി ചർച്ച നടത്തി. ഉഭയകക്ഷി സഹകരണവും നയതന്ത്ര സാഹചര്യവും അടക്കം ചർച്ചയായതായി സെലൻസ്കി സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. റഷ്യയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഭാരതത്തിന്റെ പിന്തുണ ഏറെ നിർണായകമാണെന്നും സെലൻസ്കി കുറിച്ചു. സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നുള്ള ഉറച്ച നിലപാടാണ് ഭാരതത്തിൻ്റെതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആവർത്തിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എത്രത്തോളം നിർണായകമായിരുന്നു ഈ ഒരു കൂടിക്കാഴ്ച? റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ പ്രതീക്ഷയോടെയാണ് യുക്രൈൻ കാണുന്നത് എന്നുള്ളതാണ്. ഈ വ്ളാദിമിർ സെലൻസ്കിയുടെ വാക്കുകളിൽ തന്നെ പ്രധാനമന്ത്രി മോദിയുമായി സംസാരിച്ചതിൽ വലിയ പ്രത്യാശ അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഉഭയകക്ഷി സഹകരണവും നയതന്ത്ര സാഹചര്യങ്ങളും അടക്കം എല്ലാ പ്രധാന വിഷയങ്ങളും തങ്ങൾ വിശദമായി ചർച്ച ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. യുക്രൈനിലെ ജനങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഊഷ്മളമായ വാക്കുകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സെലൻസ്കി നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയുമായി നിലനിൽക്കുന്ന സംഘർഷം, അവിടെയുണ്ടായ ആക്രമണത്തിൽ അവർക്ക് തിരിച്ചടി നേരിട്ട കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഇന്നത്തെ ചർച്ചകളിൽ ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വളരെ നീണ്ട സംഭാഷണം പ്രധാനമന്ത്രിയുമായി നടത്തിയെന്നാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ അറിയിച്ചിട്ടുള്ളത്. റഷ്യക്കെതിരായ ഉപരോധങ്ങളെക്കുറിച്ചടക്കം ചർച്ചയായി എന്നും പറയുന്നുണ്ട്. അതേസമയം ഇന്ത്യ പറഞ്ഞൊരു കാര്യം, യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള പിന്തുണയും ഇടപെടലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നൊരു ഉറപ്പ് പ്രധാനമന്ത്രി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനോടകം റഷ്യയുമായി സംസാരിച്ചിട്ടുണ്ട് ഇന്ത്യ. പ്രധാനമന്ത്രി പുടിനുമായി ഇതിനോടകം ചർച്ച നടത്തിയും കഴിഞ്ഞു. പുടിൻ ഇന്ത്യ സന്ദർശിക്കാൻ സമ്മതിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി, നിർണായക ശക്തി അത് ഇന്ത്യയാണ് എന്ന തിരിച്ചറിവ് സെലൻസ്കിക്കും വന്നിട്ടുണ്ട്, യുക്രൈനും വന്നിട്ടുണ്ട്. ഒരു പക്ഷേ അതിലേക്ക് കാര്യങ്ങൾ അടുക്കും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.